നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. സ്നേഹത്തിന്റെ സന്ദേശവുമായി ക്രിസ്മസ്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവിയും. മഞ്ഞൾ കർഷകർക്ക് പ്രതീക്ഷയേകി മഞ്ഞൾ വില മുന്നോട്ട്. പച്ചമഞ്ഞളിന് 75 രൂപ, ഉണക്കമഞ്ഞളിന് വിപണിയിൽ ലഭിക്കുന്നത് 350 രൂപ. ഇനി പ്രസവവും വേദനരഹിതം. പാലാ ജനറൽ ആശുപത്രിയിൽ പുതിയ രീതി നിലവിൽ വരുന്നു. ജില്ലയിൽ സർക്കാർ തലത്തിൽ പദ്ധതി വരുന്ന ആദ്യ ആതുരാലയം. വാർത്തകൾ വിശദമായി. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം നക്ഷത്രത്തിളക്കവുമായി ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കുന്നു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉയർത്തുന്ന പുണ്യദിനം വന്നെത്തി. എളിയവനിൽ എളിയവനായി കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൽ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ്. കൂടാതെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ച് കേരളത്തിലെ ദേവാലയങ്ങളിലെല്ലാം പാതിരാ കുർബാനകൾ നടന്നു. വിശ്വാസികളെല്ലാം തിരുപ്പിറവിയിലും പാതിരാ കുർബാനയിലും പങ്കുചേർന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണം ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഉപയോഗം വർദ്ധിച്ചതോടെ മഞ്ഞളിന്റെ വില ഉയർന്നു. പച്ചമഞ്ഞളിന് 75 രൂപയും ഉണക്കമഞ്ഞളിന് 350 രൂപയുമാണ് വിപണി വില. എന്നാൽ ഗുണനിലവാരമുള്ള മഞ്ഞൾ വിത്ത് കിട്ടാത്തത് കർഷകരെ വലയ്ക്കുന്നുണ്ട്. മഞ്ഞൾ കർഷകർക്ക് പ്രതീക്ഷ നൽകി മഞ്ഞളിന്റെ വില കുതിച്ചുയരുന്നു. പച്ചമഞ്ഞളിന് മുൻപ് കിലോയ്ക്ക് 40 രൂപയിൽ താഴെ മാത്രമായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ 75 രൂപയ്ക്ക് മുകളിലാണ് വില. ഉണക്കമഞ്ഞളിന് 250 രൂപയായിരുന്നത് 350 മുകളിലായിട്ടുണ്ട്. മുൻപ് പാചകത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനുമാണ് മഞ്ഞൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശുദ്ധമായ മഞ്ഞൾ ഉത്തമമാണെന്ന് കണ്ടെത്തിയതോടെ മഞ്ഞളിന് ഡിമാൻഡും കൂടി. എന്നാൽ കർഷകർക്ക് ഗുണനിലവാരമുള്ള മഞ്ഞൾ വിത്ത് ലഭ്യമാക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മഞ്ഞളിന്റെ വിളവെടുപ്പ് പൂർണ്ണമാകുന്നതോടെ ഫെബ്രുവരി മാസത്തിൽ ഉണക്കമഞ്ഞളിന് 600 രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യം മുമ്പോട്ട് പോയാൽ ഏകദേശം ഫെബ്രുവരി മാസമാകുന്നതോടുകൂടി 1 കിലോ ഉണങ്ങിയ മഞ്ഞളിന് ഏകദേശം 600 രൂപയ്ക്ക് അടുത്തെത്താനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഈ പറയുന്ന മഞ്ഞൾ കൃഷിയിൽ നിന്നും പുറകോട്ട് പോയ കർഷകരെ ഈ മേഖലയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാനും കർഷകർക്ക് ഗുണനിലവാരമുള്ള മഞ്ഞൾ വിത്തുകൾ ലഭ്യമാക്കാനുമുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് വലിയ തോതിലുള്ള മഞ്ഞൾ കൃഷി നടക്കുകയാണ്. കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന വിലയിടിവ് മൂലം കൃഷിയിൽ നിന്നും പുറകോട്ട് പോയ കർഷകരെ ആകർഷിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മഞ്ഞൾ കൃഷിയിൽ ഇപ്പോൾ നിലവിലുള്ളത്. കർഷകർക്ക് ഗുണനിലവാരമുള്ള മഞ്ഞൾ വിത്തുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. കർഷകർക്ക് ഗുണനിലവാരമുള്ള മഞ്ഞൾ വിത്ത് ലഭ്യമാക്കുന്നതിന് സർക്കാർ സംവിധാനം ഒരുക്കണമെന്നും എബി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇനി പ്രസവവും വേദനരഹിതം. പുതിയ പദ്ധതിക്ക് പാലാ ജനറൽ ആശുപത്രിയിൽ തുടക്കമാകുന്നു. സർക്കാർ തലത്തിൽ കോട്ടയം ജില്ലയിൽ ഈ രീതി നടപ്പാക്കുന്ന ആദ്യ ആശുപത്രിയായി മാറുകയാണ് പാലാ ജനറൽ ആശുപത്രി. വികസിത രാജ്യങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ള വേദനരഹിത സാധാരണ പ്രസവം ഇനി പാലാ ജനറൽ ആശുപത്രിയിലും. കോട്ടയം ജില്ലയിൽ ആദ്യമായി വേദനരഹിത പ്രസവ രീതി നിലവിൽ വരുന്ന ആദ്യത്തെ ജനറൽ ആശുപത്രിയാക്കുകയാണ് പാലാ ജനറൽ ആശുപത്രി. കൂടാതെ 24 മണിക്കൂറും ഗൈനക്കോളജിസ്റ്റിന്റെ സേവനവും പ്രസവാനന്തര സേവനവും സൗജന്യമായി ലഭ്യമാക്കുന്നു. കോട്ടയം ജില്ലയിൽ ഏതാനും സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭ്യമായ ഈ സൗകര്യം സർക്കാർ തലത്തിൽ സൗജന്യമായാണ് പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നത്. ഇതിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം. വേദനരഹിതമായി പ്രസവിക്കുന്നതിന് എൻഡോനോക്സ് വാതകം ഉപയോഗിക്കുന്നു. ഇത് തികച്ചും അപകടരഹിതമാണ്. കൂടാതെ പ്രസവ സമയം ഗർഭിണിയുടെ കൂടെ ഒരാൾക്ക് നിൽക്കുവാനുള്ള സാഹചര്യവും ഹോസ്പിറ്റലിൽ ഒരുക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കായകൽപ്പ അവാർഡിൽ കോട്ടയം ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രികളിൽ 1ാം സ്ഥാനം പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അകലക്കുന്നം പഞ്ചായത്തിൽ സ്ത്രീ സ്വയം സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 4 ദിവസത്തെ പരിശീലനം നൽകും. ജനകീയ ആസൂത്രണം വനിതാ ഘടക പദ്ധതി ലൈഫ് സേവിംഗ് ടിപ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായി അകലക്കുന്നത്തെ മുഴുവൻ വനിതകൾക്കും സ്വയം സുരക്ഷയിൽ പരിശീലനം നൽകുന്നു. പരിശീലന പരിപാടി വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പോലീസ് ഓഫീസിൽ നിന്നും സ്വയം സുരക്ഷയിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച പ്രസീജ SP, നീതു ദാസ്, ശിശിര,
MA എന്നിവരാണ് ക്ലാസ് എടുക്കുന്നത്. ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത 10 പേർക്ക് 4 ദിവസത്തെ പരിശീലനം നൽകും. തുടർന്ന് എല്ലാ വാർഡുകളിലെയും വനിതകൾക്ക് ഇവർ പരിശീലനം നൽകും. ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ വനിതാ സ്വയം സുരക്ഷാ പഞ്ചായത്തായി അകലകുന്നത്തെ പ്രഖ്യാപിക്കും. പരിപാടിയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പരിശീലനം നൽകും. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ശബരിമല സന്നിധാനം മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങി. ശബരിമലയിൽ പ്രതിദിനം എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധന. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12-നും 12:30-നും മധ്യേ അയ്യപ്പസ്വാമിക്ക് തങ്കഅങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കും. തന്ത്രിമാരായ കണ്ഠരര് രാജീവരര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് മണ്ഡലപൂജ. അതേസമയം സന്നിധാനത്ത് പ്രതിദിനമെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വീണ്ടും വർധന. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 96,853 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗിലൂടെ 25,000-ഓളം പേരെത്തി. വെർച്വൽ ക്യൂ വഴി 70,000 പേരാണ് ദർശനം നടത്തിയത്. തിരക്കേറുമ്പോഴും അധിക നിയന്ത്രണം ഏർപ്പെടുത്താതെ സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. മണ്ഡലപൂജയ്ക്ക് ശേഷം 26-ന് വൈകിട്ട് നട അടയ്ക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മലങ്കര സഭ ഭരണഘടനയുടെ നവതി ആഘോഷം ഡിസംബർ 26-ന് നടക്കും. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആഘോഷം ഡിസംബർ 26-ന് നടക്കുമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി നടക്കുന്നതായ മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആചരണമാണ്. സഭയുടെ നട്ടെല്ലായ മലങ്കര സഭാ ഭരണഘടന അതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സഭയ്ക്ക് അതിൻ്റെ ഗമനത്തിൽ മാർഗദർശനം നൽകുന്നതായ ഒരു രേഖയാണ്. 26-ാം തീയതി രാവിലെ 7 മണിക്ക് പഴയ സെമിനാരിയിൽ നടക്കുന്ന കുർബാനയ്ക്ക് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രാവിലെ 10:30 മുതൽ കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിൽ മലങ്കര സഭാ ഭരണഘടന അന്തസ്സത്തയും ഊന്നലുകളും, സഭാ ഭരണഘടനയും സുപ്രീം കോടതി വിധികളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറുകളിൽ അഡ്വക്കേറ്റ് പോൾ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ സക്കറിയാസ് മാർ അപ്രൈ മെത്രാപ്പൊലീത്ത, ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത എന്നിവർ മോഡറേറ്റർമാരാകും. 1:45-ന് കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിലെ ധൂപപ്രാർത്ഥനയെ തുടർന്ന് 2 മണിക്ക് MD സെമിനാരി അങ്കണത്തിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ്, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ്, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ഡോക്ടർ വർഗീസ്, ഫാദർ ജേക്കബ് കുര്യൻ ഓണാട്ട് എന്നിവർ പ്രസംഗിക്കും. ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സഭാ വക്താവ് ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട്, റീഷ് കോർ എപ്പിസ്കോപ്പ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിന്റെ സന്ദേശവുമായി ക്രിസ്മസ്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവിയും. മഞ്ഞൾ കർഷകർക്ക് പ്രതീക്ഷയേകി മഞ്ഞൾ വില മുന്നോട്ട്. പച്ചമഞ്ഞളിന് 75 രൂപ, ഉണക്കമഞ്ഞളിന് വിപണിയിൽ ലഭിക്കുന്നത് 350 രൂപ. ഇനി പ്രസവവും വേദനരഹിതം. പാലാ ജനറൽ ആശുപത്രിയിൽ പുതിയ രീതി നിലവിൽ വരുന്നു. ജില്ലയിൽ സർക്കാർ തലത്തിൽ പദ്ധതി വരുന്ന ആദ്യ ആതുരാലയം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.